നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛമ്മേ, ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ കുഴമ്പിട്ട് തരില്ലേ? അക്രുവിന്റെ കാര്യം നോക്കാൻ തന്നെ നിനക്ക് സമയം തികയുന്നില്ല. അച്ഛമ്മക്ക് അറിയാം. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. അല്ല മോളെ, ഇന്ന് ഇവിടെ വന്ന കുട്ടിയെ നിനക്ക് എങ്ങനെയാ പരിചയം? ഞാൻ അവനെ അമ്പലത്തിൽ വെച്ചാ കണ്ടു. എന്തോ ഓമനത്തുള്ള കുട്ടിയാ. എന്തൊരു തേജസ് അവന്റെ മുഖത്ത്. ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോഴും അവനെ കണ്ടിരുന്നു. ഇന്നലെ ഞാനും ഗിരിയും പതിവില്ലാതെ ഇവിടുത്തെ ആൽത്തറയിലെ കുറേ നേരം ഇരുന്നു. നടയടച്ചു കഴിഞ്ഞ് വീണ്ടും കുറേ നേരം കഴിഞ്ഞല്ലേ അവന് തോന്നുന്നു. ഒരു കണക്കിന് നോക്കിയാൽ അതൊരു ധ്യാനം തന്നെയാണ്. ശാന്തമായ മനസ്സോടെ എല്ലാ ദിവസവും കുറച്ചു നേരെങ്കിലും അവിടെ ഇരിക്കാൻ പറ്റിയ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ശാന്തമായിട്ടുള്ളൊരു മനസ്സോടെ അല്ല അച്ഛമ്മേ ഞങ്ങൾ ഇന്നലെ അവിടെ ഇരുന്നത്. ഗിരിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. പഴയ ചില ഓർമ്മകളുടെ കടലായിരുന്നു. എന്തോർമ്മ? പെറ്റമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ. എന്തൊക്കെയോ നിമിത്തങ്ങൾ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അമ്പലത്തിൽ വെച്ച് മണികണ്ഠന്റെ വായിൽ നിന്ന് വീണ ചില കാര്യങ്ങള് എന്റെ മനസ്സിനെ ചെറുതായിട്ട് തോന്നിച്ചു. അവൻ എന്താ പറഞ്ഞത്? മണിയുടെ അമ്മ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയി. അതിനെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും ഗിരിയും ആൾത്തറയിൽ നിന്ന് സംസാരിച്ചത് മുഴുവനും മഹാലക്ഷ്മിയെ കുറിച്ച്. നമ്മളൊക്കെ ഇതുവരെയും കരുതിയിരുന്നത് പോലെ സ്വന്തം അമ്മയുടെ അടുത്ത് ഗിരിക്ക് യാതൊരു വെറുപ്പുമില്ല അച്ഛമ്മേ. കുഞ്ഞുനാളിൽ ഒരു അമ്മയെ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്ന പ്രായത്തില് മഹാലക്ഷ്മി അമ്മ ഗിരിയെ ഇട്ടെറിഞ്ഞു പോയതിലുള്ള സങ്കടവും പരിഭവവും മാത്രമാണ് ഗിരിയുടെ മനസ്സിൽ. ബാക്കിയുള്ളതെല്ലാം പിന്നീട് അങ്ങോട്ട് പലരും ചേർന്ന് പറഞ്ഞു പഠിപ്പിച്ചതും വളർത്തിയെടുത്തതുമായിട്ടുള്ള ഓരോ ചിന്തകളാ. അച്ഛമ്മേ, കോഴിക്കോട് വെച്ച് ഞാൻ മഹാലക്ഷ്മി അമ്മയെ ചെന്ന് കണ്ടിരുന്നു. സത്യാണോ? അതെ അച്ഛമ്മേ. ആ കൂടിക്കാഴ്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവരെ പോലൊരു സ്ത്രീക്ക് ഒരിക്കലും ഒരു കാലത്തും സ്വന്തം മകനെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അത്രത്തോളം വലിയൊരു കാരണം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അമ്മയെക്കുറിച്ച് ഗിരിയുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ മാറൂ. സത്യം അറിയാതെ ഈ ഗിരി സ്വന്തം അമ്മയെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒക്കെ അകറ്റി നിർത്തുന്നതേ സങ്കടമുള്ള കാര്യമല്ലേ അച്ഛമ്മേ? സത്യത്തിൽ ഈ മഹാലക്ഷ്മി അമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അവരെന്തിനാ ഈ കുടുംബത്തിനെയും സ്വന്തം മകനെയും ഇട്ടെറിഞ്ഞു പോയത്? സത്യം അറിയാതെ ഗിരി സ്വന്തം അമ്മയെ വെറുത്താല് അതിന്റെ ശാപം ഗിരിക്ക് കിട്ടുക. അതുണ്ടാവാൻ പാടില്ല. എല്ലാ സത്യങ്ങളും അച്ഛമ്മയ്ക്ക് അറിയാന്ന് എനിക്കറിയാം. അതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞേ പറ്റൂ. എനിക്ക് വേണ്ടിയല്ല, അച്ഛമ്മയുടെ സ്വന്തം തക്കുടൂന് വേണ്ടിയെങ്കിലും. അവൾ തക്കുടൂന് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ട് പോയതല്ല മോളെ. കുഞ്ഞിനെ കൊണ്ടുപോയാൽ ആ കുഞ്ഞിന്റെ ജീവനും കൂടി ആപത്തിലാകുമെന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാ കുഞ്ഞിനെ പറിച്ചെറിയും പോലെ അവൾ ഇവിടെ വിട്ടിട്ട് പോയതാ. ഈ കുടുംബത്തിൽ നിന്ന് മഹാലക്ഷ്മി ഒഴിഞ്ഞു പോയാൽ മാത്രമേ തക്കുടു സുരക്ഷിതനായിരിക്കൂ എന്ന വ്യവസ്ഥ അവൾക്ക് മുന്നിൽ വെക്കപ്പെടുകയായിരുന്നു. ആരാ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചത്? ഇന്ന് ഈ കുടുംബത്തിന്റെ സർവാധികാരിയായി ഭരണം നടത്തുന്ന അനുരാധ. എന്തിന്? ഗിരിയും അമ്മയും അച്ഛനും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഈ കുടുംബത്തിലേക്ക് മൂന്നാമതൊരാൾ എങ്ങനെയാ കടന്നു വന്നത്? അവർക്ക് എങ്ങനെയാ അത്രയും പറയാനും പ്രവർത്തിക്കാനുള്ള അധികാരം കിട്ടിയത്? തക്കുടുവിന്റെ അച്ഛന് അവൾ വശീകരിച്ചെടുക്കുകയായിരുന്നു മോളെ. സ്വന്തം ഭാര്യയോളം സ്ഥാനം അവൾക്ക് നൽകാനുള്ള അവസ്ഥയിലേക്ക് എന്റെ മോനെ അവൾ കൊണ്ടെത്തിച്ചു. അതൊക്കെ പറഞ്ഞു വന്ന വലിയ കഥയാ, ഒരുപാട് പഴയ കഥ. എന്റെ മോൻ സത്യന്റെ വിശ്വസ്തനും ഡ്രൈവറുമായിരുന്നു രാഘവൻ.
അവന്റെ മരണത്തോടെ ആ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്നതാ സത്യന്. അനുരാധക്ക് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുത്തു പോയി എന്നൊരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. എന്നാൽ വിധവയായ അനുരാധയും മക്കളും അവനെ മയക്കിയെടുത്തു. വേണ്ടിടത്ത് സ്നേഹവും സങ്കടവും പരിഭവവും ഒക്കെ കൃത്യമായി അഭിനയിച്ചു. തക്കുടുവിന്റെ അച്ഛനെ അവൾ പരിധിക്ക് നിർത്തി. പെങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ അമ്പിയുടെ കുരുട്ടുബുദ്ധി കൂടി ആയപ്പോ എല്ലാം തികഞ്ഞു. ഇതൊക്കെ സംഭവിക്കുമ്പോ ഗിരിയുടെ അച്ഛന് മഹാലക്ഷ്മി അമ്മയോടുള്ള നിലപാട് എന്തായിരുന്നു? അപ്പോഴേക്കും സത്യന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി മോളെ. അപ്പോഴേക്കും അവൻ അനുരാധയുടെ പരിചരണത്തിലായി കഴിഞ്ഞിരുന്നു. ഓഫീസിൽ മാത്രമല്ല, കുടുംബത്തിലെ സകല കാര്യങ്ങളും അനുരാധയുടെ കൈപ്പിടിയിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്നു. മഹാലക്ഷ്മി ഈ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് ഒതുങ്ങി. മകനെ ഓർത്ത് എല്ലാം സഹിച്ച് അവൾ ഇവിടെ കഴിഞ്ഞു. പാവം. മഹാലക്ഷ്മി ചിത്രത്തിൽ ഉള്ളിടത്തോളം കാലം സത്യന്റെ ഭാര്യ എന്ന പദവിയും അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ഒന്നും തനിക്ക് വന്നു ചേരില്ലെന്നറിഞ്ഞ അനുരാധ മഹാലക്ഷ്മിയെ ഒടുവിൽ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒടുവിൽ തക്കുടുവിനെ അപായപ്പെടുത്തുമെന്ന ഭീഷണിയിൽ മഹാലക്ഷ്മിയെ അവൾ ഇവിടുന്ന് തുരത്തുകയും ചെയ്തു. ഇതൊക്കെ അറിഞ്ഞിട്ടും അച്ഛമ്മ പ്രതികരിച്ചില്ലേ? ഇതൊക്കെ സംഭവിക്കുമ്പോ അങ്ങ് കണ്ണൂരിലെ തറവാട്ടിലായിരുന്നു ഞാൻ. കാര്യങ്ങളുടെ അപകടം പിടികിട്ടി ഞാൻ ഇടപെടുമ്പോഴേക്കും സത്യന് തീരെ വയ്യാതായി. അപ്പോഴേക്കും അവൻ ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെട്ടു. മഹാലക്ഷ്മി അപ്പോഴേക്കും എവിടെയോ പോയി കഴിഞ്ഞിരുന്നു. മഹാലക്ഷ്മി അമ്മയെ കണ്ടെത്താൻ അച്ഛമ്മ ശ്രമിച്ചില്ല? ഞാൻ ഒരുപാട് ശ്രമിച്ചു മോളെ, പക്ഷെ നടന്നില്ല. തെറ്റുകളെല്ലാം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. മഹാലക്ഷ്മിയെ അന്ന് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനായിരുന്നെങ്കിൽ സംഭവിച്ച തെറ്റുകളൊക്കെ ഞാൻ അന്നേ തിരുത്തിയനെ. ഒരുപക്ഷെ ആ നിയോഗം ഇനി നിനക്കുള്ളതായിരിക്കും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ നീ ആരോടും പറയരുത്. തക്കടും മലക്ക് പോയി വരുന്നത് വരെ അവന്റെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും ഒരു കാരണവശാലും ഇല്ലാതാവരുത്. അവൻ സമാധാനത്തോടെ പോയി തൊഴുതു വരട്ടെ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ശ്രീധർമ്മശാസ്താവ് കാണിച്ചു തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.